പ്രിയ കൂട്ടുകാരെ, എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ചെറിയ എല്ലാ കാര്യങ്ങളും, ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം. അത് നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ചെയ്യണമെന്ന് പഠിപ്പിക്കാറുണ്ട്. അപ്പം അന്ന് ചെറിയൊരു വീടായിരുന്നു. വീടെന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. അതുപോലത്തെ ഒരു വീടാണെങ്കിലും അമ്മ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് അമ്മ വയ്ക്കുക. അത് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിക്കുക. ചില സമയങ്ങളിലൊക്കെ അത് കുറച്ച് അലങ്കോലമായി കിടക്കണ കണ്ട അമ്മ ഞങ്ങൾ 4 മക്കളാണ്. അമ്മ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അന്നൊക്കെ ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കളിക്കാൻ പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെ പിടിച്ചിരുത്തി അതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഒരുപാട് സങ്കടവും തോന്നിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ആ വീടും അതുപോലെ തന്നെ അമ്മ എനിക്ക് കല്യാണം ആലോചിച്ച സമയത്ത് പറഞ്ഞത് നല്ല വൃത്തിയും വെടുപ്പുള്ളൊരു വീടാണെന്നാണ് പറഞ്ഞത്. അമ്മ ആദ്യം അതാണ് നോക്കിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വൃത്തിയാണ് അവിടെ. അങ്ങനെ ആയതുകൊണ്ടാവാം ഒരു പക്ഷേ എപ്പോഴും വീടും കാര്യങ്ങളൊക്കെ എപ്പോഴും നീറ്റായിട്ടിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. ഞാനതൊക്കെ എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാത്തിലും ഇൻവോൾവഡ് ആയ ഒരാളായതുകൊണ്ട് അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇതിനൊക്കെ സമയം കിട്ടുമെന്ന്. ഞാൻ പറയാം സമയം കിട്ടും. കാരണം അന്നാന്ന് തന്നെ ഞാനെല്ലാം ആ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുമ്പോഴാണ് നമുക്ക് ഒട്ടും സമയമില്ലാതെയാവുക. കയ്യോടെ അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ ചെയ്തു പോയാൽ നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. അത് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാനെല്ലാം അങ്ങനെ അക്യുറേറ്റായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന്. എങ്കിൽ പോലും അതിലെപ്പോഴും ആ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്ന സുഹൃത്ത് എന്നോട് പറയാതെ തന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ആടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അത് വീഡിയോ എടുത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നു. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ ഞാൻ എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഉമ്മിച്ചിയാണ്. ഉമ്മിച്ചി ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് നന്ദി എൻ്റെ ഉമ്മച്ചിയോട് പറയാറുണ്ട്. കാരണം അന്നൊക്കെ അത് അസഹ്യമായിട്ടും വളരെ വിഷമിച്ചിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ, ബാക്കിയുള്ളവരാരും ചെയ്യണില്ല എന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ മക്കളും എല്ലാവരും അത് ഫോളോ ചെയ്ത് അത് ആ ഒരു കറക്റ്റ് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ സമാധാനം തോന്നാറുണ്ട്. അതോടൊപ്പം തന്നെ ആത്മസംതൃപ്തിയും നേടാറുണ്ട്. അപ്പോൾ ചില ശീലങ്ങൾ നമുക്ക് മാറ്റാൻ എളുപ്പമാണ്. ശീലം സ്വഭാവമായാൽ അത് മാറ്റാൻ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാവാം ഒരു പക്ഷേ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത്. ശീലം 21 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. അപ്പോൾ എൻ്റെ പൊന്നുമ്മച്ചീനെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എനിക്ക് ഇപ്പോൾ അതിൽ ആ ഉമ്മച്ചിയുടെ മോളാന്നുള്ളതിൽ ഒരു ആത്മാഭിമാനം തോന്നുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.